പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം. വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. വളരെ പ്രധാനപ്പെട്ട ഒരു തലക്കെട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ ആധാരമാക്കിയുള്ള വിശകലനത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ കടക്കും മുമ്പ് ഒരു ചെറിയ മുഖവുര ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ശക്തമായിട്ടുള്ള ഒരു കാലഘട്ടം. അത് ഗുണത്തിനും ദോഷത്തിനുമായി പ്രയോജനപ്പെടുത്തുന്ന ധാരാളം ആളുകൾ. കാരണം നമുക്ക് മനുഷ്യനെന്ന നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്തത് ബോധ്യപ്പെടുത്താനാണ് ദൈവപരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അതുള്ളവരാണ് നമ്മൾ. നമുക്ക് മനസ്സിലായില്ല, പിന്നെ ആർക്കാ മനസ്സിലാകുന്നത്? എന്തിനാണ് മനസ്സിലാകുന്നത്? ബോധ്യപ്പെടാനാണ്. എനിക്ക് കൺവിൻസ് ചെയ്യപ്പെടാനാണ്, അല്ല തർക്കിക്കാനല്ല. ഈ ഡിബേറ്റുകൾ തർക്കമല്ല, അത് വിശ്വാസത്തിൻ്റെ പ്രതിവാദമാണ്. അങ്ങനെ കാണാവൂ. നിങ്ങൾ ഡിബേറ്റുകൾ ചിലതെങ്കിലും കണ്ടു കാണും. ഈ വണ്ണസ് പെന്റക്കോസ്റ്റൽസാണ് ഇപ്പോൾ ഈ നമ്മുടെ ചർച്ചയ്ക്ക് ആധാരം. അതും എടുക്കാം, ബാക്കിയും പറയാൻ കുഴപ്പമില്ല. വിപരീത ദിശയിലേക്ക് വന്നാൽ ട്രിനിറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം ബോധ്യം വരും. അവരതുകൊണ്ട് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടവരെ വീണ്ടും സ്നാനമേൽപ്പിക്കും, യേശുവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഇവരെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടായോ? ഇവരുടെ ഉപദേശം സംബന്ധിച്ച് ഇതിൽ രസകരമായൊരു ഗ്രൂപ്പുണ്ട്. ഇതിനകത്തൊരു ഉപഗ്രൂപ്പ്. ആ ഉപഗ്രൂപ്പ് അറിയപ്പെടുന്നത് ബ്രൻഹാമിസ്റ്റുകൾ എന്ന പേരിലാണ്. ബ്രൻഹാമിസ്റ്റുകൾ, വില്യം മാരിയൻ ബ്രൻഹാം. കാരണം ഏറ്റവും അപകടകാരികളായ വണ്ണസ് ഗ്രൂപ്പ് ഇവരാണ്. അവർ വിശ്വസിക്കുന്നു 7 ദൂതന്മാർ വെളിപ്പാട് പുസ്തകത്തിൽ, അതിലെ 7ാം ദൂതനാണ് ഈ ബ്രൻഹാം. 6ാമത്തെ ദൂതൻ നമ്മുടെ മാർട്ടിൻ ലൂതറാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു ഹോഷ്കുണ്ട്. കാരണം മാർട്ടിൻ ലൂതർ തൃത്വക്കാരനാണ്, ഭയങ്കര തൃത്വക്കാരനാണ്. അപ്പോൾ തൃത്വത്തെ ഏറ്റവും അധികം എതിർക്കുന്ന ആളുകൾക്ക്, ബ്രൻഹാമിൻ്റെ ആളുകൾക്ക് മാർട്ടിൻ ലൂതർ എങ്ങനെ ദൂതനായെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ഇടയ്ക്ക് ഒത്തിരി ദൂതന്മാരുണ്ട് ഇതുപോലെ മനുഷ്യർ. അവർ പാതി ട്രിനിറ്റേറിയന്മാർ ഈ കൂടെ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച്, ഇനി നമുക്ക് പോകേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവരെക്കുറിച്ചൊരു ഗ്രാഹ്യം കിട്ടിയോ? ഒരു കാര്യം മനസ്സിലായല്ലോ? ശരി. ഈ ബ്രൻഹാം എന്ന് പറഞ്ഞ ആളിനെക്കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യം, പുള്ളി വലിയൊരു പോസ്റ്റ് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരിക്കലൊരു ദിവ്യ ദൈവ സാന്നിധ്യം ഉണ്ടായി. ആ ദിവ്യ സാന്നിധ്യം തൻ്റെ തലയ്ക്ക് ചുറ്റും ഒരു വലിയ വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഈ ചിത്രങ്ങളെല്ലാം കാണുന്നത് ഈ മുഖത്തിന് ചുറ്റും ഒരു മഞ്ഞ വെളിച്ചമാണ് അല്ലേ? എന്നാൽ ഇതങ്ങനല്ല. ഇങ്ങനൊരു വെളിച്ചം. ആ വെളിച്ചം ഒരു വലിയ ടയറിൻ്റെ ഈ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ നിന്നിരുന്നു. പിന്നീട് അദ്ദേഹം പ്രസംഗിക്കുന്ന യോഗങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിത്യജീവിതത്തിലും ഈ വെളിച്ചം മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്നു എന്നാണ് അനുഗാമികൾ പ്രചരിക്കുന്നത്. ആ വെളിച്ചത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത്തരം വലിയ കൾട്ടാണ് ഈ വണ്ണസ് എന്ന് പറയുന്നത്. അതിൽ ഇവരുടെ ഡോക്ടറിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടിയ സ്ഥിതിക്ക് William Branham, same thing. He experienced the third dimension where God used him in such ways. I have videos of it and I sit and tremble watching that man being used. Details about people, I mean details. William Branham is his name. William Branham was preaching, my dear, when a halo appeared over his head, preaching in Louisiana. You can look him up on YouTube, he'll shake you up. Now you got to hear this. Very few men in our century experienced this third dimension. And everyone that did lost their mind. I don't mean to scare you.
Dowie in Chicago, Illinois, shook the world. And when the third dimension came on him, he thought he was Elijah and died in disgrace. William Branham, same thing. He experienced the third dimension where God used him in such ways. I have videos of it, and I sit and tremble watching that man being used. Details about people. I mean details. William Branham is his name. William Branham was preaching, my dear, when a halo appeared over his head, preaching in Louisiana. You can look him up on YouTube. It'll shake you up. A man walked up to him one day who was lying to him. He said, I have cancer. This man would read people's minds. He would say, you are so-and-so, your name is this, your name is that, first, last name. Details about their life. Scared the lights out of people. Knew details about he said, I hear you saying this to your wife, and she said this to you. The power of God was so strong on him that a guy walked up to him and said, I have cancer. But he was lying. And Branham said, you're a liar. You don't have cancer. You came to mock me. But you will have cancer. You're going to be dead in 7 days. And the guy dropped dead. He said, you don't lie to the man of God. You're going to drop dead. That anointing is scary. But even William Branham thought he was Elijah. How many have heard of William Branham? How many never have heard of him? Look him up on YouTube. He's all over YouTube. യോഹന്നാൻ 16:12 യേശു ക്രിസ്തു ക്രൂശീകരണത്തിന് പോകുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. അവിടെ യേശു പറയുകയാണ്, എനിക്ക് അനേകം കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അപ്പോൾ അത് അനേകം കാര്യം പഠിപ്പിച്ചു, ഇനിയും പഠിപ്പിക്കണമെന്ന്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രഹിക്കില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ, കണ്ടോ, പിതാവിനോട് പ്രാർത്ഥിച്ചു, പുത്രൻ പരിശുദ്ധാത്മാവ് പുത്രൻ സ്നാനമേറ്റ ഉടനെ പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ ലോകം പറയുന്നത് 3 വ്യക്തി എന്നാണ്. അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ഇതാണ്, ഇത് 3 വ്യക്തി എന്നാണ് ക്രിസ്ത്യാനികൾ മുഴുവൻ പറയുന്നത്. പക്ഷെ വെളിപ്പാട് ലഭിച്ചവൻ, സഭ വെളിപ്പാടിലാണ് കെട്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പെന്തക്കോസ്തിലായിരുന്നു, പെന്തക്കോസ്ത് സഭയൊക്കെ വിട്ടിട്ട് ദൈവിക സഭയിലേക്ക് വന്നത്. ഇത് സഭാകാലങ്ങളുടെയാണ്. പൗലോസ് ഒന്നാമത്തെ സഭയുടെ ദൂതൻ AD 53 മുതൽ 170 വരെ ഒന്നാമത്തെ സഭാകാലം. ഈ സമയത്ത് ഈ വെള്ള കാണുന്നത് ഇത്രയാണ് വിശ്വാസികൾ, ധാരാളം പേരുണ്ടായിരുന്നു, വിശ്വസിച്ചവർ കൂടുതലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് തകർത്തുകൊണ്ട് ഒരു സഭ വന്നു, കത്തോലിക്ക സഭ. അതിലൂടെ വന്ന ദുരുപദേശമാണ് ഈ ഒന്നാമത്തെ സഭയിലുള്ള കർത്താവായ യേശുക്രിസ്തു നാമം വെളിപ്പാടിൽ കെട്ടപ്പെട്ട സഭയെ തകർത്ത് കളഞ്ഞിട്ട് ഇത് ഓരോ സഭാകാലങ്ങളിലും ദൈവം ഓരോരുത്തരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വിശ്വാസം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പറയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 7ാമത്തെ സഭ. ഒരു സഭയേ ഉള്ളൂ, ഒരു സഭയ്ക്ക് 7 കാലമുണ്ട്. പരിശുദ്ധാത്മ വന്ന സമയത്തുള്ള ഒന്നാമത്തെ സഭ ഒന്നേ ഉള്ളൂ. ഈ സഭ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇത് അവസാനമായപ്പോൾ വിശ്വാസം, ഈ കാണുന്ന വെള്ള വളരെ ചുരുക്കം. ഭൂമിയിൽ കാണുന്ന ഈ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ സഭയല്ല ഉദ്ദേശിക്കുന്നത്, ഈ വെളിപ്പാട് ലഭിക്കണം. യേശുനാമ സഭയുണ്ട്, ഞാൻ യേശുനാമ സഭയിലല്ല. അവർ പഠിപ്പിക്കുന്ന അനേകം വചനങ്ങൾ, വെളിപ്പാടുകൾ തെറ്റാണ്. അത് തുടർന്നുള്ള എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം എക്സാക്റ്റ് വെളിപ്പാട് പറയണം. അപ്പം പൗലോസിനെ ദൈവം ഒന്നാമത്തെ ഏഞ്ചൽ ആയിട്ട്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഏഞ്ചൽ വന്ന് വസിക്കുന്നതിനും ശുശ്രൂഷ ചെയ്യുന്നതിനും പൗലോസിനെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞാൽ ഓരോരുത്തരും തിരഞ്ഞെടുത്തു. അപ്പോൾ ഇപ്പോൾ പെന്തക്കോസ്തിനെ വിളിച്ചു കൂട്ടിയത് ജോൺ വെസ്ലിയാണ്. അന്ന് മീഡിയകളില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആർക്കും അറിയില്ല. എപ്പോഴാണ് 1750 ജോൺ വെസ്ലി എന്നൊരു വ്യക്തിയെ ദൈവം ഉപയോഗിച്ചിട്ട് അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് സ്നാനം വേണമെന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷേ സ്നാനം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവും തന്നെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ഇരുന്ന സമയത്താണ് വില്യം മരിയം ബ്രൻഹാം എന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം സംസാരിച്ചു. നമ്മൾ ഇതുവരെ, ഇതിപ്പം ഞാനിപ്പോൾ പോകുന്ന 7ാമത്തെ സഭാകാലം, ഇത് പെന്തക്കോസ്ത്, ജോൺ വെസ്ലി, ഇന്ന് കാണുന്ന ഇത് പെന്തക്കോസ്ത്, ഇത് ലൂതറൻ സഭ, ഇത് CSA, ഇന്ന് കാണുന്ന നമ്മുടെ ഇവിടുത്തെ ഒരു വിശ്വാസത്തിൻ്റെ രീതിയാണ് CSA സഭ, ഇത് മർത്തോമ, ഇത് കത്തോലിക്ക. എന്നാൽ ഇവിടെ ഉള്ള ഈ ഇത്രയും സഭകളിൽ കാണുന്ന ഒരു തരത്തിലുള്ള സ്നാനവുമല്ല ഇവിടെ. FS ലേഖനം 4:5 പറയുന്നത്
നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ വിശ്വാസം ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, കർത്താവ് ഒന്ന്, ആത്മാവ് ഒന്ന്, സഭ ഒന്ന്. അപ്പോൾ അതല്ല ഇവിടെ എല്ലാം 3 എന്ന് പഠിപ്പിക്കുകയാണ്. ഇവിടെ പിതാവെന്നും പുത്രനും പരിശുദ്ധാത്മാവെന്നും ഇവിടെ എഫെസസ് സഭകാലത്ത് പഠിപ്പിച്ചുവെങ്കിലും അവർക്കറിയാം യേശു തന്നെയാണ് കർത്താവ്, യേശു തന്നെയാണ് ക്രിസ്തു എന്ന് ആത്മാവിൽ വെളിപ്പെട്ട ശേഷമാണ് അവർ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഈ പെന്തക്കോസ്ത് സഭയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ അപ്പോസ്തലന്മാരിലൂടെ ഈ ഒരു ഏകദൈവ വിശ്വാസം മനസ്സിലാക്കുകയും അവിടെ നിന്ന് ഈ സഭകളെല്ലാം വിട്ടിട്ട് ഞാനിപ്പോൾ 7ാമത്തെ സഭാകാലത്താണ്. പെന്തക്കോസ്ത് 6ാമത്തത്, ലൂതറൻ സഭ 5ാമത്തത്, CSI 4ാമത്തത്, മാർത്തോമ 3ാമത്തത്, കത്തോലിക്ക സഭ 2ാമത്തത്, എഫെസസ് സഭ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ തുടങ്ങിയ സഭ 1ാമത്തത്. ഈ എല്ലാ സഭകളും തെറ്റി കുറേശ്ശെ എന്താ ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയവരെ ഇപ്പം കത്തോലിക്ക സഭ ധൂപം കാണിക്കുന്നുണ്ട്, മാർത്തോമയും കാണിക്കുന്നുണ്ട് അല്ലേ, 3ാമത്തെ സഭ. 4ാമത്തെ സഭ CSI അത് ഒഴിവാക്കി. പക്ഷേ ലൂതറൻ സഭ വന്നപ്പോൾ ഇവരുടെ അനേകം വിശ്വാസങ്ങൾ വിട്ടിട്ട് അവർ വന്നു. പെന്തക്കോസ്ത് വന്നപ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുത്തു. അവർ ആത്മാവിൽ അതിൽ ആരാധിച്ചു തുടങ്ങി. അപ്പോഴും സ്നാനം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്നാൽ 7ാമത്തെ കാലമായപ്പോൾ ഗോതമ്പ് ഇവിടെ എല്ലാം കർത്താവ് വിത്ത് വിതച്ചിരിക്കുകയാണ്, പിശാച് കളയുടെ വിത്തും വിതച്ചിരിക്കുന്നു. രണ്ടും കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്തിന് മുമ്പായിട്ട് യജമാന ദൂതന്മാരെ അയച്ചിട്ട് ഈ സഭകൾ, ഇപ്പോൾ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തിലിരിക്കുന്ന സഭകളുടെ അകത്ത് ദൈവസത്തതയുണ്ട്. ഞാൻ അവിടെ ആയിരുന്നു, മാർത്തോമയിലും CSIയിലൊക്കെ ഉണ്ടായത്, പെന്തക്കോസ്തിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ഒറിജിനൽ സീഡ് അപ്പോസ്തലന്മാരിലൂടെ പഠിപ്പിച്ച അതേ ഏകദൈവ വിശ്വാസം, സ്നാനം, കർത്താവ് എല്ലാം യേശു ഈ അടിസ്ഥാനത്തിന് മേൽ കെട്ടപ്പെടണം. അങ്ങനെ വിശ്വസിച്ചപ്പോൾ ഞാൻ ഈ പെന്തക്കോസ്ത് സഭ വിട്ടിട്ട് ഇന്ന് ദൈവസഭയിലേക്ക് വന്നു. ഈ ലവോദിക്ക കാലത്തുള്ള ദൈവസഭയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഈ 7ാമത്തെ സഭയിൽ വില്യം മാരി ബ്രൺഹാം എന്നൊരു വ്യക്തിയാണ്, സാധാരണ മനുഷ്യനെയാണ് പത്രോസിന് പൗലോസിന് ഉപയോഗിച്ചതുപോലെ ദൈവം ഉപയോഗിച്ചു. അപ്പോൾ 7ാമത്തെ സഭയിൽ വരണം. ഇവിടെ വെളിപ്പാട് 3:8 പറഞ്ഞു, ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിൽ നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. ഇവിടെ നാമം നിഷേധിച്ചവരാണ് ധാരാളം പേരും. ഇതിനകത്ത് തന്നെ നാമത്തിന് ഇന്നലെ കോട്ടയത്ത് നിന്ന് 2-3 വിളിച്ചിരുന്നു. ഇതിൻ്റെ പ്രസംഗം ഞാൻ ചർച്ചിൽ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത് ഇട്ടിരുന്നു. അപ്പോൾ പലരും വിളിച്ചിട്ട് ശരിയാ പാസ്റ്റർ ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ജനങ്ങൾ പുറത്ത് വരും, ബാക്കിയുള്ളവർ അവിടെ ഇരിക്കാം. ആടുകളെ പുറത്തേക്ക് കൊണ്ടുപോകാനല്ല, ദൈവത്തിൻ്റെ ആടുകൾ. യോഹന്നാൻ 10 യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ദൈവജനം ഈ കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൻ്റെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യുവാൻ. അപ്പോൾ ഈ അവസാനത്തെ സഭയിലുള്ള വിശ്വാസവും 1ാമത്തെ സഭയിലെ വിശ്വാസവും, പ്രത്യാശ, കൈവെപ്പ്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, വിശ്വാസ, സ്നാനം, എല്ലാം സഭ, ഉപദേശം എല്ലാം ഒന്നുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ വിട്ടിട്ട് ഇവിടേക്ക് വരാനിടയായത്. ആ സത്യം അറിഞ്ഞു, അതുകൊണ്ടത് കുഴിച്ചിടാനുള്ളതല്ല, കുഴിച്ചിട്ട കർത്താവ് ദുഷ്ടദാസനെ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഈ ദൈവജന സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ യേശു യോഹന്നാൻ 16:12 പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഗ്രഹിക്കില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ, അതാണ് പരിശുദ്ധാത്മ പ്രാപിക്കാൻ, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എങ്കിലേ ലഭിക്കുള്ളൂ. ദൈവവചനം തെറ്റിച്ച് നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടും. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് മുദ്രയിട്ട് വീണ്ടെടുപ്പിൻ നാൾ വരേക്ക് മുദ്രയിടണമെങ്കിൽ അവർ പാപം മോചിക്കണം. പാപം മോചിക്കുവാൻ ഒരു നാമമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. അതാണ് യേശു പറഞ്ഞ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനാകുവിൻ. അങ്ങനെ സ്നാനമേറ്റ് ഞാൻ ഇവിടെ ആയിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ് സ്നാനപ്പെടുത്തിയത്, നാമമല്ല. ഞാനൊരു പിതാവ്, കാണുന്നത് കേൾക്കുന്ന നിങ്ങളും പലരും പിതാവാണ്, പുത്രനാണ്, ഭർത്താവാണ്, പുത്രിയാണ്, അമ്മയാണ്, ഭാര്യയാണ്. നിങ്ങൾക്കൊരു നാമമുണ്ട്. അതുപോലെ ഈ ആക്ഷരിക നാമത്തിൻ്റെ ആത്മീക നാമമാണ് കർത്താവ് യേശുക്രിസ്തു. ആത്മാവോ ജീവിപ്പിക്കുന്നു, ആക്ഷരികമോ അക്ഷരം കൊല്ലുന്നു. ഓക്കെ, അപ്പോൾ ഈ 7ാമത്തെ സഭയിലുള്ള വിശ്വാസവും 1ാമത്തെ സഭയിലുള്ള വിശ്വാസവും ഇപ്പോൾ ഒന്നുപോലെ ആയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വെളിപ്പെടുത്തും. അപ്പോൾ ഈ അവിശ്വാസികളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്ത് വേർപാടാണുള്ളത്? 2 കൂട്ടർക്കും വായിക്കുമ്പോൾ ഇത് 3 വ്യക്തി ഇതേ കാണുന്നുള്ളൂ, ആക്ഷരികമാണ്. അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിനെ ബുദ്ധിയിൽ ഗ്രഹിച്ച് പറയുന്നു. അവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ മനസ്സിലാകും, പിതാവാണ് കർത്താവ്, പുത്രനാണ് യേശു, പരിശുദ്ധാത്മാവാണ് ക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു. റോമർ 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്വത്തിൻ്റെ ആത്മാവിനെ. എന്താ സ്വപുത്രത്തിൻ്റെ ആത്മാവ്? നമ്മുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവാണ് ദൈവം. ആ ദൈവത്തിൻ്റെ വചനത്തെ, കൽപ്പനകളെ പ്രമാണിക്കാൻ ദൈവം എന്നെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനപ്രകാരം ജീവിക്കുന്നതിനുള്ള അനുസരണയുടെ ആത്മാവ്, അതിൻ്റെ സ്വഭാവമാണ്, അല്ല വേറെ ആത്മാവല്ല. ആ ആത്മാവ് തന്നെ കീഴ്പ്പെട്ട് കൊടുത്തുകൊണ്ട് എളിമയിൽ നിന്നുകൊണ്ട് ആ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നതിനാണ് പുത്രത്തിൻ്റെ ആത്മാവ്.
ഇതാണ് യേശു ക്രിസ്തു. ദൈവം തന്നെയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എങ്ങനെ വിശ്വസിക്കണം, പ്രമാണിച്ചനുസരിക്കണം, വിശ്വസിച്ചനുസരിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലം ഉണ്ടാവും, പ്രതികൂലത്തിന് നടുവിൽ എങ്ങനെ പ്രവർത്തിക്കണം, അങ്ങനെ നീ മരിച്ചു പോയാൽ നിന്നെ വീണ്ടും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇതെല്ലാം കാണിച്ചു തരുന്നതിനാണ് സൃഷ്ടികർത്താവായ ദൈവം ശരീരധാരിയായിട്ട് വന്നത്. ഗലാത്യരിലും പറയുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്, അനുസരണയുടെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ നോക്ക്, ആത്മാവ് പ്രാപിക്കാൻ പാപമോചനം വേണം. യേശു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവിനെന്നാണ്. അതിനൊരൊറ്റ വഴിയുള്ളൂ, പുതിയ നിയമസഭ. ഇത് ബൈബിൾ കോളേജ് വഴി മുഴുവൻ ലോകത്തെ തെറ്റിച്ചിരിക്കുകയാണ്. നമുക്ക് യേശുക്രിസ്തു പോയി, യേശുക്രിസ്തു തന്നെ വന്ന് ഒരു സഭ മുഴുവൻ നടത്തി ഇനിയുള്ള സഭകൾ എങ്ങനെ ആയിരിക്കണമെന്ന് അതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. FSS സഭാകാലം, ആ കാലത്തുണ്ടായിരുന്ന വിശ്വാസികളാണ് വളരെ കൂടുതൽ. അത് കഴിഞ്ഞപ്പോൾ ഓരോ സഭാകാലത്തിലും വിശ്വാസികൾ കുറഞ്ഞു വന്നിരിക്കുന്നു. ഇത് അപ്പോസ്തല പ്രവൃത്തിയിലുള്ള സഭാകാലങ്ങളാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കത്തോലിക്ക സഭ വന്ന് എല്ലാം തകിടം മറിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓരോന്നും നിൽക്കുകയാണ്. അടുത്ത് മാർത്തോമ സഭ വന്നു, അത് കഴിഞ്ഞപ്പം CSI സഭ വന്നു. അപ്പോൾ വിശ്വാസം കുറഞ്ഞു വരികയാണ്. പക്ഷേ പള്ളിക്കകത്ത ജനമുണ്ട്, ധാരാളം ജനമുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ ഇരിപ്പോൾ ലോകത്താകമാനം പല വിവിധ സഭകളിൽ. നമ്മുടെ ബൈബിൾ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ, അത് കത്തോലിക്ക, മാർത്തോമ സഭ, CSI സഭ, ഇത് ലൂതറൻ സഭ, ലൂതറാണ് വിളിച്ചു കൂട്ടിയത്. ഓരോ സഭാകാലങ്ങൾ ഞാൻ പറയുന്നുണ്ട്, ഓരോ സഭാകാലത്തിലും വിളിച്ചു കൂട്ടിയത്. വെസ്ലി, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് സഭയെ വിളിച്ചു കൂട്ടിയത് ജോൺ വെസ്ലിയാണ്, ജർമ്മൻകാരനായ ജോൺ വെസ്ലി. 1750 അന്ന് അദ്ദേഹത്തോട് ദൈവം സംസാരിച്ചപ്പോൾ ദൈവം ആത്മാവാകുന്നു, ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം, സ്നാനത്തിന് മുങ്ങി വേണം എന്ന് മാത്രമേ യേശുക്രിസ്തു നാമം അന്ന് വെളിപ്പെടുത്തി കൊടുത്തില്ല. അത് കേട്ടപ്പോൾ ഈ സുവിശേഷം അറിയിച്ചത് കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതറൻ മിഷൻ ഇങ്ങോട്ടാണ് അറിയിച്ചത്. ഇത് ഇങ്ങോട്ട് അറിയിച്ചപ്പോൾ നമ്മളൊക്കെ ആ സഭകളിലായിരുന്നു. അത് കേട്ട് വിശ്വസിച്ചവർ ഇവിടെ നേരെ പെന്തക്കോസ്തിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ ഉള്ളവരെന്ത് പറഞ്ഞു, പോകരുത്. കാര്യം എന്താ, ഇവിടെ ഇവർ പഠിപ്പിച്ചിരിക്കുന്നത് ജനം, അവരുടെ കൂടെ ഇടയിരിക്കുന്ന ജനത്തിന് മനസ്സിലായവർ അവരെ വിട്ടിട്ട് പെന്തക്കോസ്തിലേക്ക് വന്നു. അതോ 1906 ആയപ്പോൾ പെന്തക്കോസ്ത്, ഇന്ന് കാണുന്ന പെന്തക്കോസ്ത് കാലം തീർന്നിട്ട് ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ ദൈവം വിളിച്ച് അപ്പോസ്തലന്മാരിലൂടെ തുടങ്ങി ഇതേ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ പഠിപ്പിച്ചു. അതെന്താ, ഇവിടെ യേശുക്രിസ്തു നാമത്തിലായിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു വന്നു പോയി പരിശുദ്ധാത്മാവായി വന്നപ്പോഴുണ്ട് സഭയുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ യേശു മത്തായി 13:30 പറഞ്ഞു, ഗോതമ്പിനെ കളപ്പുരശായിരിക്കണം. അപ്പോൾ ദൈവാത്മാവ് ഇവിടെ വിത്ത് വിതച്ചു. ഒന്നാമത്തെ FSSയിൽ പരിശുദ്ധാത്മാവ് വിത്ത് വിതച്ചപ്പോൾ ഇതിനകത്ത് തന്നെ സാത്താൻ വിത്ത് വിതച്ചു. അത് ബൈബിൾ കോളേജിൻ്റെ ജ്ഞാനികളായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 നോക്കുക, സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് നൽകിയ ഏകനാമം കർത്താവ് യേശുക്രിസ്തു. മഹാപുരോഹിതന്മാർ എല്ലാവരും കൂടെ പറഞ്ഞു, ഈ നാമം, അതായത് കർത്താവ് യേശുക്രിസ്തു നാമം അശേഷമുണ്ടരുത്. അപ്പോസ്തലപ്രവൃത്തി 4:17-18 വായിച്ചു നോക്കുക. ഈ നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അത് എതിർ ക്രിസ്തു വിത്ത് വിതച്ചതാണ്. ഇവിടെ മുതൽ ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെ ഈ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നാനത്തിന് പകരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ദുഷ്ടൻ്റെ വിത്താണ്. ഈ വാക്കുകൾ ഉപയോഗിച്ചിടുന്ന പാപം മോചിക്കില്ല. അപ്പോൾ യേശുക്രിസ്തു നാമത്തിലാണ് പാപമോചനം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇന്ന് ലാസ്റ്റ് സഭയിൽ ഈ ഒന്നാമത്തെ സഭയുടെ ദൈവിക വെളിപ്പാടുകൾ വിശ്വസിച്ചപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ, കർത്താവ് പറഞ്ഞു, ഇവിടെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. ഞാനൊക്കെ പെന്തക്കോസ്തിൽ ഇരിക്കരുത്. ഇവിടെ ഇരിക്കുമ്പോഴാണ് ഈ ഒന്നാമത്തെ സഭയുടെ വിശ്വാസവും സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ, അതിൻ്റെ വെളിപ്പാടുകൾ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളതിൽ നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ച സകല മർമ്മങ്ങളും തുറന്നു, എല്ലാ മുദ്രകളും പൊട്ടിച്ചു. മഹോദരകാലത്ത് സംഭവിക്കേണ്ടല്ല, ദൈവത്തിൻ്റെ മർമ്മ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അടച്ച മുദ്രയിട്ടേക്ക് അന്ത്യനാൾ തുറക്കും. അതിപ്പോൾ തുറന്നു. അത് തുറന്നത് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ഭൂമിയിലെ എല്ലാ സഭകളും യേശു വന്ന് തൻ്റെ മണവാട്ടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി 7 വർഷം എന്നാണ് പഠിപ്പിക്കുന്നത്. ശുദ്ധ ഭോഷ്കാണത്. 3.5 വർഷം, 70 ആഴ്ചവട്ടം ഉള്ള മുതൽ 69 ആഴ്ചവട്ടം കഴിഞ്ഞ് ഒരാഴ്ചവട്ടം, അതായത് 7 വർഷമുള്ളപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്ന് ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ ഹനനയാവും ഭോജനവും നിർത്തലാക്കി. അപ്പം 3.5 വർഷം ശുശ്രൂഷിച്ചു. ക്രൂസിൽ യാഗമായതുകൊണ്ട് എല്ലാ യാഗവും നിർന്നു. ഇനി യേശുക്രിസ്തു ഒരിക്കലേ കഴിച്ച ശരീരയാഗത്തിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. ബാക്കി 3.5 വർഷമേ ഉള്ളൂ. വെളിപ്പാട് പുസ്തകം നോക്കും, 1 കാലം, 2 കാലം, അരക്കാലം, 1260 ദിവസം. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തത് കൊണ്ട്, ദാനിയേലിന്റെ പ്രവാചകന്റെ പുസ്തകത്തിലെ മുദ്രകൾ തുറന്നതുകൊണ്ട് ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ നിൽക്കുന്നവർ ഇന്നും 7 വർഷം തന്നെ പഠിപ്പിക്കുന്നു. അതുപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ദൈവം വിത്ത് വിതച്ചപ്പോൾ പിശാച് വിത്ത് വിതച്ചു. യേശുക്രിസ്തു നാമം അശേഷമുണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പോസ്തലപ്രവൃത്തി 4:12 ദൈവം വിത്ത് വിതച്ചു പത്രോസിലൂടെ. 4:17-18 5 വാക്യം താഴെ സാത്താൻ അന്നത്തെ മഹാപുരോഹിതന്മാരിലൂടെ വിതയ്ക്കുന്നു, ഈ നാമം അശേഷമുണ്ടരുത്. അപ്പോൾ ഇവിടെ കള വിതച്ചു. ഓരോ കാലത്തിലും കള പിഴുതു മാറ്റില്ല. കർത്താവ് എന്താ പറഞ്ഞാൽ,
കൊയ്ത്തോളം വളരട്ടെ, കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയക്കും, ദൂതന്മാർ വന്നിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അപ്പോൾ അതുവരെയും ഈ കളയും ഗോതമ്പ് ഒന്നുപോലെ തന്നെ വയലിൽ തെങ്ങിയിരിക്കും. ഇതേ ഇപ്പം യേശുക്രിസ്തു വരാൻ സമയമായപ്പോഴത്തേക്ക് എന്താ, ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കണം. ഗോതമ്പ് ആരാണ്? അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ തുടങ്ങിയ ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. ഈ ഒരു വിശ്വാസത്തിലേക്കാണ് ഏറ്റവും അവസാനം നിൽക്കുന്ന സഭയിലേക്ക് ഇപ്പം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. അപ്പോൾ പെന്തക്കോസ് കാലം സഭ കൂടിയപ്പോൾ പെന്തക്കോസിൻ്റെ വചനം മുമ്പോട്ട് സഭകളിൽ വിളിച്ചു പറഞ്ഞു, കേട്ട് വിശ്വസിച്ച് കത്തോലിക്ക, മാർത്തോമാ, CSI, ലൂതർ മിഷൻ, സെവന്തിൻ്റെ ഇവിടേക്കുള്ള ആൾക്കാർ പെന്തക്കോസിലേക്ക് പോയി. വിശ്വസിച്ചവർ മാത്രം എല്ലാവരും പോയില്ല. ഇന്ന് ഞങ്ങൾ അപ്പോസ്തലൻ്റെ വിശ്വാസം ഈ ഒരു സ്നാനം വിളിച്ചു പറയുന്നത് 7ാമത്തെ സഭാകാലത്തിലാണ്. കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒറിജിനൽ സീഡിനെ പുറത്തേക്ക് വിളിച്ചു. അതായത് യേശു യോഹന്നാൻ 10 പറഞ്ഞത്, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന. അപ്പോൾ എല്ലാവരും പുറത്തേക്കൊന്നും വരില്ല. ആരോണ കർത്താവിൻ്റെ ജനം, അവർ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വിളിച്ച് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ 42:6 പറയുന്നു, യേശുക്രിസ്തു വരുന്നതിന് മുമ്പ്, അതായത് മശിഹ വരുന്നതിന് മുമ്പ് വ്യക്തമായി ഇപ്പം നമ്മൾ പഠിച്ച പ്രകാരം പറഞ്ഞാൽ യഹോവയായ ദൈവം അല്ലെങ്കിൽ സൃഷ്ടികർത്താവായ ദൈവം വരുമ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. യെശയ്യാ പ്രവാചകൻ 42:6 കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിപ്പാനും. അപ്പോൾ യഹോവ വന്നാൽ, അല്ലെങ്കിൽ ഒരു മന്ദിരത്തിൽ ശരീരത്തിൽ യേശുക്രിസ്തു എന്ന നാമത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യും? കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും. നോക്കൂ, ഇത് ബൈബിൾ ആക്ഷരികമായി എഴുതി തന്നിരിക്കുകയാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. ബൈബിളിലെ എല്ലാ പണ്ഡിതന്മാരും ബൈബിൾ എടുത്ത് വായിച്ചിട്ട് അക്ഷരികമായിട്ടാണ് പിന്നെ ബുദ്ധിയിൽ ഗ്രഹിക്കുന്നതാണ് അവർ പഠിപ്പിക്കുന്നത്. ഇവിടെ നോക്കൂ, കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബർത്തിമായിയുടെ കണ്ണ് തുറക്കാനല്ല, ഇതൊക്കെ ശുശ്രൂഷയുടെ ഭാഗം, ഒരു അടയാളമാണ്. ആരാണ് കുരുട്ട് കണ്ണുണ്ടായിരുന്നത്? അന്നത്തെ കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞ് ബൈബിൾ ജ്ഞാനികൾ, ഇന്നത്തെ ബൈബിൾ ജ്ഞാനികൾ പോലെ, അത് എടുത്തു പറയണം. ഇന്ന് ഭൂമിയിലെ സകല ബൈബിൾ ജ്ഞാനികളെപ്പോലെ, ബൈബിൾ കോളേജ് പിശാച് സാത്താനാണ് തുടങ്ങിയത്. അവരെല്ലാം കാണുന്നു, ഞങ്ങളെല്ലാം മണവാട്ടിയാണ്, സ്വർഗ്ഗത്ത് പോകും, ബൈബിൾ പഠിപ്പിക്കുന്നു, അനേകരെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ഈ അടുത്ത സമയങ്ങളിൽ എന്നെ വിളിക്കുന്നുണ്ട്. വളരെ 3-4 BTH എടുത്തവരെന്ന് പറയുന്നത്, 4-5 പെന്തക്കോസ്ത് സഭകളിൽ പഠിപ്പിച്ചവരും ഡയറക്ടർ ഇരുന്നവരും ഒരു വെളിപ്പാടുമില്ല. ഇവിടെ മശിഹ വന്ന് എന്ത് ചെയ്യും? കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ. ബർത്തിമായിയുടെ കണ്ണല്ല, കാണുന്നു എന്ന് പറയുന്നവൻ കാണുന്നില്ല എന്ന് പറയുവാനും കാണാതിരിക്കുന്നവർ കാണുവാനുമാണ് യേശു വന്നത്. അതായത് ഈ ആത്മീക അന്ധരായ ഇന്നത്തെയും സകല ബൈബിൾ പുരോഹിതന്മാരുടെയും കണ്ണ് തുറന്നു കൊടുക്കാനാണ്. യെശയ്യാ പ്രവാചകൻ 8 വായിച്ചു നോക്കുക. കല്ലറയും കൊണ്ട് സ്ത്രീയുടെ കാര്യങ്ങൾ താഴ്ത്ത് വായിച്ചു നോക്കുക. യേശു ഈ പരീശന്മാരുടെ ശാസ്ത്രിമാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ എന്തെല്ലാം പറയുന്നത്? അവരുടെ ആത്മക്കണ്ണ് തുറന്നു കൊടുക്കാൻ യേശു എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? അവർ കേൾക്കുന്നില്ല. അവർ പുറമെ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇന്നും അതുപോലെ തന്നെയാണ് ഞാൻ ഈ വിളിച്ചു പറയുന്നത്. അപ്പോൾ കുരുട്ട് കണ്ണുകളെ, അതായത് ആത്മീക അന്ധർ. ഈ കാലം ലവോദിക്ക സഭാകാലം അങ്ങനെയല്ല. ഇന്നത്തെ സഭകൾ നോക്കൂ, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നവരെ സഭകൾ മുഴുവൻ. എന്ത് പഠിപ്പിക്കാൻ പോയാലും വേണ്ട, ഒന്നും പറയണ്ട, ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ അവർ വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ ആരാണ്? അരിഷ്ടനും നഗ്നനും കുരുടനും. കാഴ്ചയില്ല. ആത്മീക കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഒരു അംശം പോലും ഇല്ല. എങ്കിൽ ഈ യേശുക്രിസ്തു പറഞ്ഞു, എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഈ കർത്താവായ യേശുക്രിസ്തുവിൽ മുഴുവൻ സഭകൾ ഇടറി കിടക്കുകയാണ്. കാര്യം എന്താ? ഈ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് കൊണ്ടുവരുമ്പോൾ ഇതിനെ 3 വ്യക്തിയാക്കുന്നതുകൊണ്ട് സകലരും ഇടറിയിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവണമെങ്കിൽ വിളിക്കാൻ, നിങ്ങളൊരു പാപി തന്നെ ആയിരിക്കണം. ഒരു രക്ഷയുമില്ല, ആരും വിടുവിക്കാനോ ഒന്നുമില്ല, ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയുന്നവർക്കാണ് ഏറിയ ഭാഗവും മനസ്സിലാവണം. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തൻ്റെ മർമ്മം, ഈ രഹസ്യം മറച്ചു വച്ചിരിക്കുകയാണ്. നോക്കുക, നോഹ പോയി പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവരെ ശിക്ഷിച്ചപ്പോഴാണ് കേട്ട് അനുസരിക്കാതിരുന്നപ്പോൾ തന്നെ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു. ഇന്നും ഞാൻ ഈ TV യിലൂടെ ഇതെല്ലാം സംസാരിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്, ഞാൻ എന്നുള്ളത് ദൈവവചനമാണ് ശിക്ഷ, കുറ്റം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് കൊള്ളാം, ഇത് കറക്റ്റാണ് എന്നൊക്കെ തോന്നും. അത് മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിൽ വീണതുപോലെയാണ് 99%. കേട്ട് വിശ്വസിച്ച് എന്ത് തീക്ഷ്ണതയും കഷ്ടതയും സ്ഥാപിച്ച് ആ വചനത്തോടു കൂടെ എല്ലാവരും ഒറ്റപ്പെടുത്തും, സഭയിൽ നിന്നൊക്കെ പുറത്താക്കും. ഇപ്പം തന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് സത്യം തിരിച്ചറിഞ്ഞിട്ട് സഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് പിശാചാണെന്ന്. വരരുതെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനോഭീതിയുള്ളവരോട്, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും. അതായത് നോഹ ചെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവൻ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. ആ വെള്ളം നോഹയും കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെ അവരെ മുക്കിക്കൊന്നു. അതുപോലെ ഞാനിന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ ഈ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഈ യേശുക്രിസ്തു തന്നെ നിങ്ങളെ ശിക്ഷ വിധിക്കും. ഇത് 3 എന്ന് പറയുന്നുണ്ട്. പിതാവിൻ്റെ നാമമാണ് കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. ഇത് ആക്ഷരിക നാമം, ഇത് ആത്മീക നാമം. ഇതിലാണ് സഭ കെട്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ നിയമസഭയിൽ വന്ന യഹോവയായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്നാണ് പറഞ്ഞു വരുന്നത്. അന്ന് കുരുട്ട് കണ്ണുകളെ തുറക്കാം. അപ്പോൾ നമ്മളിത് വായിച്ചു. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം പറയുന്നു.
അന്ന് മുടന്തൻ, യെശയ്യാ പ്രവാചകൻ ഇപ്പോൾ കർത്താവ് വായിച്ചപ്പോഴാണ്, അന്ന് മുടന്തൻ മാൻപേട പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇതെന്താണെന്ന് അറിയാമോ? കർത്താവ് വരുന്ന സമയത്ത് മരുഭൂമിയിൽ വെള്ളവും. എന്താ ഈ മരുഭൂമി? നമ്മൾ പറയുന്ന സഹാറ മരുഭൂമി. എന്താ ഈ മരുഭൂമി? നമ്മൾ കാണുന്ന സഹാറ മരുഭൂമിയല്ല. കർത്താവ് ഓരോ വചനം പറയുമ്പോഴും അതിനകത്താണ് നിഗൂഢ രഹസ്യം. അത് നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ്. മരുഭൂമി എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളിൽ പറയുന്നല്ല, നനവില്ലാത്ത സ്ഥലം. നനവെന്താ? കർത്താവ് യേശുക്രിസ്തു, സുവിശേഷം, ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്ത സ്ഥലമെല്ലാം ഉണങ്ങി വരേണ്ടതാണ് മരുഭൂമി. അതായത് ഈ ജനങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് തന്നെ അവരുടെ ഹൃദയം വരേണ്ടതാണ്, ഉണങ്ങിയതാണ്. അവിടെ വെളിച്ചമില്ല, പ്രകാശമില്ല, വരേണ്ടതാണ്. അവിടെ മരുഭൂമിയിൽ വെള്ളം എന്താ? വചനം. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കാത്ത ജനങ്ങളെടുത്ത്, അല്ലെങ്കിൽ അറിയുന്നു എന്ന് പറയുന്നവൻ്റെ ഹൃദയത്തിനകത്ത് യഥാർത്ഥ സുവിശേഷമല്ല കിടക്കുന്നത്, അത് വേറൊരു സുവിശേഷം. അവിടെ വെള്ളവും. അടുത്തോ, നിർജ്ജന പ്രദേശത്ത്, ജനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവർ ഒത്തുകൂടും. അതായത് സാധാരണഗതിയിൽ വന്നുകൂടാത്ത സ്ഥലങ്ങളിൽ ഒത്തുകൂടുമ്പോൾ തോടുകൾ എന്നാൽ എന്താ പറയുന്നത്? തിരുവചനം വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ, അതായത് സുവിശേഷം, പരിശുദ്ധാത്മാവ്, തോടുകൾ. അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് മരുഭൂമിയെ പോലെ കിടക്കുന്ന പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കും, നനവ് കൊടുക്കും. അതാണ് വചനം. അടുത്ത നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. യേശുവിൻ്റെ സുവിശേഷം കേട്ട അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ അടുത്തോളം പറയുന്നു, ഈ 2000 വർഷം കൊണ്ട് എല്ലാം ഇന്നും മരുഭൂമിയാണ്. ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തുള്ള സഭ മരുഭൂമിയാണ്. ഓരോ കാലത്തും കർത്താവ് ഓരോ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത വെളിപ്പാടിൽ അന്ന് അവർ വിശ്വസിച്ചാൽ മതി. പക്ഷേ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് ഓരോന്നോരോന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ പൗലോസിലൂടെ തുടങ്ങി ഒന്നാമത്തെ സഭയിൽ വെളിപ്പാടിനല്ല സഭ തുടങ്ങിയത്. വെളിപ്പാട്, നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം. അതെല്ലാം കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനം. ഇവിടെ അത് മുഴുവൻ തള്ളിക്കളഞ്ഞു. എന്നാൽ മർത്തോമയും CSIയും വരുന്ന സമയത്ത് നീതീകരണമാണ്. നീതീകരണം റോമർ 5:1. നാം നമ്മുടെ റോമർ 5:1 നീതിമാൻ വിശ്വാസത്താൽ മർത്തോമയുടെ CSIയുടെയും കാലത്ത് നീതീകരണമാണ്. റോമർ 5:1 നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോമർ 12:1 വെളിപ്പെടുത്തി കൊടുത്ത് ലൂതറിൻ്റെ കാലത്ത് അതായത് നീതീകരണം മാത്രം പോരാ, വിശുദ്ധീകരണം കൂടെ വേണമെന്ന്, ജീവിത വിശുദ്ധി നോക്കണം എന്ന് പറഞ്ഞിട്ട് നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ വിശുദ്ധീകരണമായി. ഇത് ഓരോ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനം അത് വിശ്വസിച്ചാൽ മതി. ഇന്ന് ലൂതറൻ സഭയും പെന്തക്കോസ്തും മർത്തോമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ കാലത്തെ വചനം അവർ വിശ്വസിച്ചാൽ മതി. അത് കഴിയുമ്പോൾ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ ഓരോ വചനം, ഇവിടെ കത്തോലിക്ക സഭ തകർത്ത് കളഞ്ഞതിന് ഓരോരോ വചനം വെളിപ്പെടുത്തി കൊടുത്ത് ഇറാനിയോസ്, മാർട്ടിൻ, കൊളംബ, ലൂഥർ, വെസ്ലി, ഇങ്ങനെ ഓരോ വ്യക്തിയിലൂടെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ വചനങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കാലത്തുള്ളവർ ആ വെളിപ്പാട് കേട്ട് ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അവർ അത് വിശ്വസിച്ചാൽ മതി. ലൂഥറൻ സഭ വിശുദ്ധീകരണം പറഞ്ഞു. അന്ന് ആ സമയത്തൊന്നും പരിശുദ്ധാത്മാവ് നൽകിയിട്ടില്ല. അവർ പറഞ്ഞ് നിലച്ചുപോയി. ഇന്നും നിലച്ചു ഇല്ല. അവരുടെ കാലത്ത് അത് വെളിപ്പെടുത്തിയില്ല. കാര്യം എന്താ? ഈ അനീതി കൊണ്ട്, വിഗ്രഹാരാധന കൊണ്ട് ദൈവത്തിന് തൻ്റെ സഭയിൽ കടന്നുകൂടാൻ കഴിയാതായി. പക്ഷേ കുറച്ച് വിശ്വാസികളുണ്ട്. അവർ അവസാനം എല്ലാം കുറഞ്ഞു വന്നു. ഈ വെള്ളം കാണുന്നതാണ് വിശ്വാസികളുടെ ഗണം. ലൂതറിൻ്റെ കാലം കഴിഞ്ഞു. 1520 മുതൽ 1750 വരെ ലൂതറൻ സഭയുടെ കാലം. ഇന്നിരിക്കുന്ന ലൂതറൻ അവരവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷമാണ് പെന്തക്കോസ്ത് വരുന്നത്. ജോൺ വെസ്ലി, ജർമ്മൻകാരനായ ജോൺ വെസ്ലിയോട് വിളിച്ച് 1750 മുതൽ 1906 വരെ പുതിയ നിയമസഭയുടെ ഈ പരിശുദ്ധാത്മാ അഭിഷേകം അയച്ചു കൊടുത്തു. സ്നാനം മുങ്ങിയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ബൈബിളിലുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അത് അങ്ങനെ ഈ പെന്തക്കോസ്തിൻ്റെ സുവിശേഷം ഇങ്ങോട്ട് അറിയിച്ചപ്പോൾ ഈ സഭയിൽ ഇരുന്നവർ തന്നെയാണ് പെന്തക്കോസ്തിൽ വന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് 7ാമത്തെ ദൈവസഭയിലാണ്. അപ്പോൾ ഇവിടുത്തെ വെളിപ്പാട് കൊടുക്കുകയാണ്, സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. പക്ഷേ ഈ സഭകളിലേക്കാണ് ഞാൻ വിളിച്ചറിയിക്കുന്നത്. ഈ സഭകളിലേക്ക് അറിയിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അവർക്ക് മറഞ്ഞു കിടക്കുന്ന സത്യം ഈ അന്ത്യകാലത്ത് ദൈവം ഒരുവരിലൂടെ വെളിപ്പെടുത്തി. വില്യം ബ്രൻഹാമിൻ്റെ വ്യക്തിയിലൂടെ, സാധാരണ മനുഷ്യരിലൂടെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ കർത്താവ് വിതച്ച ഗോതമ്പുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. കാര്യം ഈ 3ാമത്തെ വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ ഒരു ഇടുക്ക് വാതിലാണ് തുറന്നു വച്ചിരിക്കുന്നത്. ആ വാതിൽ വഴി, അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കർത്താവ് യേശു, എല്ലാം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് അത് മാത്രം ചെയ്യുന്നവൻ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടും തെറ്റിപ്പോകുന്നവരുണ്ട്. അപ്പോൾ ലാസ്റ്റ് സഭയിൽ വരുന്നത് ഒറിജിനൽ ഗോതമ്പിനെയാണ് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിലല്ല ഇവിടെ സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ അപ്പം തുറക്കലും. ഇവിടെ വിവാഹം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, വീട് വെഞ്ചരിപ്പ് യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, മരണടക്ക ശുശ്രൂഷ യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. അപ്പോൾ
അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നിടത്താണ് ഈ ജലം ഇന്നും മരുഭൂമിയോല കിടക്കുന്നിടത്ത് ഈ സുവിശേഷം അറിയിക്കുന്നത്. ഓക്കെ, കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെട്ട അനേകർ ഇരിപ്പുണ്ട്. അവർ പഠിപ്പിക്കുന്ന അനേകം ഉപദേശങ്ങൾ തെറ്റാണ്. യേശു നാമ സഭ, UPC, അങ്ങനെ അപ്പോസ്തലിക ദൈവസഭ, അങ്ങനെ ഒത്തിരി പേരുണ്ട്, ധാരാളം പേര് എന്നെ വിളിക്കുന്നുണ്ട്. അതിനകത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ തെറ്റാണ്. ശരിയായ ആഹാരമാണ് ജീവനെ കൊണ്ടുവരുന്നത്. വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറയുന്നത്, പക്ഷേ ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് ജീവൻ്റെ വചനം നൽകാതെ ദുരുപദേശം നൽകിയാൽ എന്ത് ചെയ്യും? അപ്പം നിനക്ക് മാത്രമേ അറിയാവുന്നില്ല. അത് കാലത്തികവിൽ ദൈവം ഒരു വ്യക്തിയിലൂടെ വെളിപ്പെടുത്തിയതാണ്. ആ വ്യക്തിയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ജനത്തോട് പറയുകയാണ്. ബൈബിളിലെ വചനമാണ് ആദ്യം പറയുന്നത്. ഇത് കേട്ട് വിശ്വസിക്കുന്നവരാണ് കളപ്പുര ശേഖരിക്കേണ്ടത്. ഗോതമ്പ് വിതച്ചിരിക്കുകയാണ് ഇവിടെ, പക്ഷേ കളകളാണ് തിങ്ങി. ഈ കറുപ്പാണ് കളകൾ. ഗോതമ്പ് ഈ കാലം ആകുമ്പോഴത്തേക്ക് ഈ വെള്ള കാണുന്നതാണ് ഗോതമ്പ്. അല്പമേ ഉള്ളൂ. പെന്തക്കോസ്ത് കുറച്ച് ഉണ്ടായിരുന്നു. ഇതിന് ഇത്രയും ഇടയിൽ നിന്നാണ് ഇനി വിശ്വസിക്കുന്നവരെ ഈ കൊയ്ത്തോളം വളരട്ടെ എന്നാണ്. കൊയ്ത്തിൻ്റെ നാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിലേക്ക്. ഇപ്പോൾ 7ാമത്തെ സഭയാണ് കളപ്പുര. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കുതിര, ചുവന്ന കുതിര, കറുത്ത കുതിര, വെള്ളക്കുതിര, ഈ 3 നിറവും കൂടെ ചേർന്നതാണ് ഇന്നത്തെ ലവോദിക്ക സഭാകാലം. ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാത്ത, അതായത് 1ാമത്തെ മുദ്രയൊക്കെ പൊട്ടിച്ചു. 1ാമത്തെ കുതിരപ്പുറത്തുള്ളവൻ അന്നേ പുറപ്പെട്ടു വന്നു. ഈ സഭകൾ ബന്ധക്കോസ് വരെയുള്ളവർ പറഞ്ഞ മുദ്രയൊന്നും തുറന്നില്ലാന്ന്. ഇതെല്ലാം പിശാച. ബൈബിൾ കോളേജ് തുടങ്ങിയതേ പിശാച. 1ാമത്തെ മുദ്ര തുറക്കുന്നത് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുന്ന സമയത്തിന് മുമ്പ് തന്നെ 1ാമത്തെ കുതിര പുറത്തുള്ളവൻ പുറത്തു വന്നു. അവൻ സഭയിൽ പുരോഹിതൻ്റെ വേഷത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 കർത്താവായ യേശുക്രിസ്തു നാമം കൊടുത്തപ്പോൾ അതിനെ എതിർക്കുന്നവൻ പുരോഹിതനായിരുന്നു. നമുക്ക് സഭയ്ക്ക് പുറത്തുള്ള ഒരു അവിശ്വാസിയെ കൊണ്ടുവന്ന് പറയുകയാണ്, നിങ്ങൾ യേശുക്രിസ്തു നാമം മിണ്ടരുത്, അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്, യേശുക്രിസ്തു നാമം സ്ഥാനപ്പെടുത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടുത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കരുത്, യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തരുത്, യേശുക്രിസ്തു നാമത്തിൽ മരണ അടക്ക ശുശ്രൂഷ ചെയ്യരുത് എന്നൊരു അവിശ്വാസി വന്ന് പറയുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അടിച്ചോടിക്കും. കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യരുതെന്നോ? പക്ഷെ പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ്. യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ അറിയാത്തവരല്ലല്ലോ. അവൻ ദൈവപുരുഷനെന്നും BTH എടുത്തതും ഡിഗ്രി എടുത്തതുമായ പുരോഹിതൻ്റെ വേഷം ഇട്ടിരിക്കുന്ന ആരാണെന്നറിയാമോ? ചെന്നായി, ആട്ടിൻ തോലിട്ട ചെന്നായിക്കള. അവർ തന്നെ പറയുന്നു യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനപ്പെടരുത്. പച്ചക്കറി വെച്ചിട്ടുണ്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5 സ്നാനത്തിൻ്റെ ക്ലാസ് ഉടനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിഷേധിക്കുന്നത് മുഴുവൻ ചെന്നായിക്കളാണ്, ആട്ടിൻ തോലിട്ട ചെന്നായിക്കളാണ്. അപ്പോൾ ഈ ഇവിടെ വിതച്ച വിത്ത് ഇപ്പോൾ ഈ 4 കളർ ഓരോ സമയത്ത് എല്ലാ കുതിരപ്പുറത്തുള്ളവരും വന്നു കഴിഞ്ഞു. അവൻ്റെ മങ്ങിയ ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാതെ അങ്ങനെ കലങ്ങിയിരിക്കുന്ന സമയത്താണ് ഒരു ചെറു വെളിച്ചവുമായിട്ട് ദൈവത്തിൻ്റെ വചനവുമായിട്ട് വരുന്നത്. അവർ കളപ്പുരയിൽ ശേഖരിക്കപ്പെടണം. അവർ മാത്രം, ബാക്കിയുള്ളവരാരും വരികയില്ല, അവരെ ഉദ്ദേശിക്കുന്നതുമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 2:22 യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? ശ്രദ്ധിച്ചു കേൾക്കുക. യേശുവിനെ ക്രിസ്തു എന്ന് പറയുന്നവരാണ് ഭൂമിയിലെ ക്രിസ്ത്യാനി എന്ന് പറയുന്ന എല്ലാവരും. അവിശ്വാസിക്ക് പോലും അറിയാം. ഒരു അവിശ്വാസി ബൈബിൾ വായിച്ചാലും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തി. ഒരു ക്രിസ്തു വിശ്വാസി പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടി എന്ന വ്യക്തി, അദ്ദേഹം ബൈബിൾ വായിച്ചാലും 3 വ്യക്തി. ഇവർ തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരുവൻ ഇപ്പോൾ ഇതുപോലെ യേശുവാണ് കർത്താവ്, അത് പിതാവിൻ്റെ നാമമാണ് കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവ് ക്രിസ്തു. അവൻ വെളിപ്പെട്ടവൻ കർത്താവ് യേശു ക്രിസ്തു നാമം സ്ഥാനപ്പെടും. ഓക്കെ, അപ്പോൾ എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഇവരെല്ലാം ഈ അക്ഷരിക നാമം കൊണ്ടൊന്ന് ആത്മനാമത്തള്ളു. യോഹന്നാൻ 14:16 വീണ്ടും പറയുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകത്തിന് കൊടുക്കുമെന്നല്ല, ക്രിസ്ത്യാനികൾ കൊടുക്കുന്നില്ല, നിങ്ങൾ വിളിച്ചു വേർതിരിക്കപ്പെട്ട പ്രീഡെസ്റ്റിനേഷൻ മുൻകുറിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രം. അപ്പോൾ ഞാൻ തന്നെ അവനെന്ന് പഠിപ്പിച്ചു. പഴയതിൽ ഇതേ പുത്രൻ വേറെ പിതാവ് വേറെ, പിതാവ് അയച്ചിട്ട് പുത്രൻ വന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥൻ. അപ്പം മരണത്തിനായിട്ടുള്ള 2, 3 തോന്നുന്ന തരത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മ ദൈവകൽപ്പന പ്രകാരം വിശ്വാസ സ്നാനം കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ ചെയ്ത് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ ഇത് പിന്നെ തെറ്റിക്കാനോ പറഞ്ഞതെന്ന് ചോദിക്കുന്നവരുണ്ട്. നമുക്ക് ആ ചോദ്യം വരുന്നില്ല, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതെ, അത് ദൈവത്തിൻ്റെ കൃപയായിരുന്നു. അതെപ്പോഴും അങ്ങനെ. ഏദൻ തോട്ടം മുതൽ മരണവും ജീവനും വെച്ചു, ശാപവും അനുഗ്രഹവും വെച്ചു, നന്മയും തിന്മയും വെച്ചു, രാവും പകലും വെച്ചു, ഇരുളും അത് കരയും ഭൂമിയും വെച്ചു, ആകാശവും വായുവിധാനങ്ങളും വെച്ചു, എല്ലാം ഓരോന്നും നമുക്ക് വേർപെട്ടിരിക്കണമെന്ന ദൈവം ഉൽപ്പത്തി മുതലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യം വ്യക്തമായിട്ടും
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തിയെന്ന് ഇതുവരെയും പഠിച്ചിരുന്നവർ ഇത് ഒന്നാണെന്ന് മനസ്സിലായ പിന്നെ വേർപെടുക തന്നെ വേണം. കാര്യം യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച്, ഈ സഭകളുടെ ഇടയിൽ ദൈവം വിതച്ച വിത്ത് മാത്രമേ പേർ ചൊല്ലി വിളിക്ക് പുറത്തേക്ക് കൊണ്ടുള്ളൂ. വേറെ ആരും പോവുകയുമില്ല, വേറെ ആർക്കും ഇത് മനസ്സിലാവുകയുമില്ല. അപ്പോൾ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അപ്പം ഈ വരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരുമെന്ന. എന്നിട്ടോ ഈ വരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശുവിനെ പറയണേ, പോകുന്നതിന് മുമ്പേ പറയുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് യേശു പറയണം, ആർക്കാണ് മനസ്സിലാകുന്നത്? യോഹന്നാൻ 14:27 ലോകം അവനെ, അവനെ എന്നാണ് ഇവിടെ പറയുന്നത്, ലോകം അവനെ കാണുകയോ, അതായത് ഗ്രഹിക്കുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയില്ല. ലോകമാണ് ഇന്ന് ഈ സമയത്ത് കാണുന്ന, ഈ കാലത്തുള്ളവർക്ക് കണ്ടു. ഓരോ കാലത്തും ദൈവം ഓരോ ഏഞ്ചലിനെ അയച്ചിട്ട് മാർട്ടിൻ, ഇറാനിയോസ്, കൊളംബ, ലൂതർ, വെസ്ലി, ഇവരിലൂടെ ദൈവം അതത് കാലത്ത് ദൈവവചനം പറഞ്ഞപ്പോൾ അത് കേട്ട് വിശ്വസിച്ചവർ അന്ന് ആ കാലത്ത് അത് ദൈവത്തിൻ്റെ മക്കളായി. എന്നാൽ കർത്താവിത ഇപ്പം അവസാന ലവോദിക്ക സഭാകാലത്ത് ഒരു ഇടുക്ക് വാതിൽ, വെളിപ്പാട് 3:8 ഒരു വാതിൽ തുറന്നു വെച്ചിട്ട് ഈ വാതിൽ വഴിയായിട്ടാണ് ദൈവസഭയിലേക്ക് വിളിക്കുന്നത്. ദൈവസഭയുണ്ട്, ജഡീക സഭയുണ്ട്, പ്രാകൃത മനുഷ്യനുണ്ട്, ആത്മീക മനുഷ്യനുണ്ട്, ആത്മശരീരമുണ്ട്, ജഡീക ശരീരമുണ്ട്. അപ്പോൾ ഈ ഇന്ന് ലവോദിക്ക സഭാകാലത്ത് കാണുന്ന സമ്പന്നൻ, ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഈ പുരോഹിത വർഗവും, ഇത് 3 പഠിപ്പിക്കുന്ന പുരോഹിത വർഗവും ദൈവസഭയല്ല. ദൈവസഭ ചെറിയൊരു കൂട്ടം, ഇടുക്കുവാതിൽ, അത് കണ്ടെത്തുന്നവർ ചുരുക്കമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കൂട്ടർക്ക് പരിശുദ്ധാത്മാവ് വേറെ ആയതുകൊണ്ട് ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അവനെ ലഭിക്കാൻ കഴിയില്ല. കാണുകയോ അറിയുകയോ ചെയ്യായിക എന്ന് വെച്ചാൽ എന്താ? ഞാൻ തന്നെ പോയി മടങ്ങി വരുമെന്ന് എഴുതി വച്ചിരിക്കുന്ന ബൈബിൾ അവർ പ്രസംഗിച്ചിട്ടും വന്ന പരിശുദ്ധാത്മാവ് ഈ യേശു ആണ് എന്ന് ഗ്രഹിക്കാത്തതിനാൽ അവർ കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനപ്പെട്ടിട്ടുമില്ല, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുമില്ല, അവർക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന അവകാശവും ലഭിക്കില്ല. അതാണ് യോഹന്നാൻ 14:17 ലോകം അവനെ, ലോകം എന്ന് വെച്ചാൽ ലോകത്താണ് ഈ സഭയെ വിത്ത് വിതച്ചത്, അതിനെ കളപ്പുരയെ ശേഖരിക്കുന്നു. കളപ്പുരയെ ശേഖരിക്കുന്നവർക്കോ ഇനി അങ്ങനെ പറഞ്ഞാൽ നിങ്ങളോ അവനെ കാണും, അവനെ അറിയുകയും അവൻ നിങ്ങളുടെ കൂടെ ഇരിക്കുകയും ചെയ്യും എന്നാക്കാം. യോഹന്നാൻ 14:17. ഇനി ലോകത്ത് കാണാത്തവരോ, ലോകം അവനെ കാണുകയില്ല, അപ്പോൾ നിങ്ങളോ കാണും. അതിനുണ്ട്, നിങ്ങളോ കാണും, അറിയുക ചെയ്യാൻ അതിന് ലഭിക്കില്ല. എന്നാൽ ഈ കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുമെന്നും അവരിൽ തന്നെ ഇരിക്കുമെന്നും പറയുന്നുണ്ട്. യേശു തന്നെ പറയുന്നത്. അത് നോക്കുക, യോഹന്നാൻ 14:17 നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നോക്കൂ, യോഹന്നാൻ 14:17 തന്നെ 2 കൂട്ടരെ പറയുന്നു. മരണത്തിനായുള്ളവർ, ഇത് 3 കുറിച്ചും 1 വിശ്വസിച്ചിട്ട് സ്നാനം സ്വീകരിച്ച് ദൈവസഭയോട് ചേർന്ന് ദൈവവചന പ്രകാരം ജീവിക്കുന്നവരെ കുറിച്ചും യോഹന്നാൻ 14:17 തന്നെ പറയുന്നു. ആദ്യം പറയുന്നത് മരണത്തിനായി പറയുന്നു. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായകയാൽ അതിനെ ലഭിക്കാൻ കഴിയില്ല. അപ്പോൾ ലഭിക്കുന്ന ചെറിയൊരു കൂട്ടർ, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കും. ഈ പരിശുദ്ധാത്മാവാണ് വസിക്കുന്നത്. നിങ്ങളിൽ ഇരിക്കുകയും, പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇരിക്കുന്നത്, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയും. എങ്ങനെ അറിയും? അവൻ തന്നെയാണ് പുത്രനായിട്ട് വന്നതും അവൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ദൈവവും. അവൻ്റെ നാമമാണ് പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധ നാമം ക്രിസ്തു. അല്ലാതെ ഉള്ളവർക്ക് അറിയില്ല. അവരിത് അറിയാത്തത് കൊണ്ടാണ് 3 അറിയുന്ന നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യും. യേശുവിന് താഴോട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. പക്ഷേ ഇത് നിങ്ങളിപ്പോൾ അനേകം പലർക്കും ഗ്രഹിക്കുന്നുണ്ടാവാം. കർത്താവേ സ്തോത്രം, യേശുവേ എന്ന് പറയും. പക്ഷേ മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിൽ വീഴുന്നല്ലോ അവിടെ തന്നെ ഇരിക്കും. പിന്നെ പോയി ചോദിക്കുന്നത് ഈ വെളിപ്പാട് ലഭിക്കാത്ത, അല്ലെങ്കിൽ പാസ് അതേ കറക്റ്റ് അവിടെ തന്നെ ഇരിക്കും. അത് ജീവൻ വയ്ക്കണമെങ്കിൽ അവളെ വിട്ട് പോരുക തന്നെ വേണം. ദൈവത്തിൻ്റെ ഒരു രീതിയാണ് സെപ്പറേഷൻ. അവിടെ ഇരുന്നാൽ ശരിയാകില്ല. അവിടുത്തെ വീണ്ടും ഈ തെറ്റായ മന്നയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 1 2 നോക്കൂ, ഈ ബൈബിൾ മുഴുവനും ആത്മീകമായി മറ്റൊരു ബൈബിളാണ്. നിങ്ങളോടും പറയും സുവിശേഷം, അവർ മറ്റൊരു ബൈബിൾ, മറ്റൊരു ക്രിസ്തു. അതൊന്നുമല്ല. ദൈവവചനം വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നത്. പുറത്ത് ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന വെച്ചിട്ടൊന്നുമല്ല ന്യായം വിധിക്കുന്നത്. സഭകളെ വെച്ചിട്ടല്ല ന്യായം വിധിക്കുന്നത്. ഓരോ ഏതെങ്കിലും ഒരു സഭയാണെങ്കിൽ ആ സഭയെ വെച്ച് ദൈവം മറ്റെല്ലാ സഭയും ന്യായം വിധിക്കണ്ടേ? ദൈവം തൻ്റെ വചനം വെച്ചിട്ടാണ് ന്യായം വിധിക്കുന്നത്. ഈ അന്ത്യനാൾ ഇതുപോലെ ഞങ്ങൾ സഭയിലൊക്കെ ഇതിനേക്കാൾ ശക്തമായി നല്ല വ്യക്തമായാണ് പഠിപ്പിക്കുന്നത്. ഇതൊന്നും പറയാൻ പാടില്ല വാസ്തവത്തിൽ. കാര്യം മുത്തെടുത്ത് യോഗ്യതയില്ലാത്തവരുടെ മുമ്പിൽ ഇടരുന്ന. പക്ഷേ അന്ത്യനാളിൽ ദൈവം തൻ്റെ മർമ്മങ്ങൾ തുറന്നു തരുമെന്ന് പറഞ്ഞ് ഉൽപ്പത്തി മുതൽ വെളിപ്പാടുള്ള സകല മർമ്മം ഈ ബൈബിളിനെ നമ്മൾ വായിക്കുമ്പോൾ ആത്മീയമായി മറ്റു കാര്യങ്ങൾ മറ്റൊരു ബൈബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുള്ള ഞാൻ അങ്ങനെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ മറ്റൊരു വെളിപ്പാടിൻ്റെ ബൈബിളുണ്ട്. ആ വെളിപ്പാടാണ് ഭക്ഷിച്ചുകൊണ്ട് ദൈവം അവനെയാണ് വെളിപ്പാടിൽ കെട്ടപ്പെടുന്നത് കർത്താവ് അവനെ കൊണ്ടും. ബാക്കി 99% നോഹയുടെ കാലം പോലെ ഇവിടെ വീണ് കിടക്കുന്നവരാണ്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ചർച്ചിലാണെങ്കിൽ ഞാൻ കുറേ കൂടെ നിർത്തി നല്ല വ്യക്തമായി ഉദാഹരണ സഹിതം പറഞ്ഞു. ഇതിപ്പം ടി വിയിലേക്ക് വേണ്ടിയിട്ടല്ലേ, ടൈമിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ അറിയാൻ ദാഹമുള്ളവർ വിളിക്കുക, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം.
അപ്പോസ്തല പ്രവൃത്തികൾ 7:25. പിന്നെ സഭയിലുള്ള ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഠിപ്പിക്കുന്ന 7 മുദ്രകളുടെ മർമ്മമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്ന വെളിപ്പാട്. അതൊന്നും നിങ്ങൾ യൂട്യൂബിൽ കൊടുക്കില്ല. കാര്യം അത് ദൈവം ഈ സഭ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലുള്ള എല്ലാ സഭകൾക്കും മറച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ അങ്ങനെ വെളിപ്പെട്ട് കിട്ടിയാൽ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നത് വളരെ മർമ്മപ്രധാനമായ കാര്യമുണ്ട്. അത് എത്ര വലിയ വിശ്വാസി ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാകുന്നു എന്ന് പറയുന്ന വ്യക്തികൾ പോലും തള്ളിക്കളയാം. കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവൊന്നുമില്ല. കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് തെറ്റായ മന്ന കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് മരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്നാനം വേണമെങ്കിൽ തരും, അല്ലെങ്കിൽ സ്നാനം അത് തന്നെ മതി. പക്ഷേ അത് വിട്ടുപേക്ഷിക്കണം, പൂർണ്ണമായും വിട്ടുപേക്ഷിച്ചിട്ട് അവളെ വിട്ടു പോരുവൻ. എന്നിട്ട് ശരിയായ മന്ന കഴിക്കുമ്പോൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്. അന്ന് ശിശുവായിരിക്കുമ്പോൾ ശിശു പാല് കുടിക്കുക, വളരുമ്പോഴാണ് കട്ടിയാഹാരം കഴിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ കാര്യവും ഇവിടെ പറയില്ല. സഭയിലും ബുധനാഴ്ചകളിൽ മർമ്മപ്രധാനമായ ഭാഗങ്ങളെടുക്കും, ഞായറാഴ്ച എടുക്കും. അതൊന്നും ഞങ്ങൾ പബ്ലിക്കായിട്ട് കൊടുക്കില്ല. ഇപ്പോൾ പൊതുവിൽ ഒരുവിധം പറയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ബാക്കി നിങ്ങൾ വിളിച്ചാൽ പറയാം. ഒരു പണ്ഡിതനും പറയാൻ പറ്റില്ല. ഞാൻ അവിടേക്ക് ഇരുന്നതാണ്, ഇതെല്ലാം ശുശ്രൂഷിച്ചിരുന്നതാണ്. ഇപ്പോഴാണ് ദൈവത്തിൻ്റെ മർമ്മം മനസ്സിലായത്. ഓക്കെ, 2 കൊരിന്ത്യർ 1:21 ഞങ്ങളെ, ഇത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ മുദ്ര ലഭിച്ച ഞങ്ങളെ നിങ്ങളോടുകൂടെ, അതായത് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റുവെന്ന് സഭയോട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ പുരോഹിതനും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചു. മുൻപിൽ നിൽക്കുന്ന വിശ്വാസികളും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിച്ചവർ പറഞ്ഞു. 2 കൊരിന്ത്യർ 1:20 ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും. കണ്ടോ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു, ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. ഇത് ആക്ഷരിക ഭാഷ, ഇത് ആത്മാവിൻ്റെ ഭാഷ, ദൈവിക ഭാഷ, ആത്മീക നാമം. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ, അവൻ നമ്മെ മുദ്രയിട്ടും. കണ്ടോ, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. അപ്പോൾ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ. ഈ പരിശുദ്ധാത്മാവ് നോക്കൂ, യേശു തന്നെ ക്രിസ്തു, അതായത് പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമാണ് ദൈവത്തിൽ നിന്നുള്ളവൻ. പുത്രൻ വേറെ, പരിശുദ്ധാത്മാവ് എന്ന് വേറെ എന്ന് പഠിപ്പിക്കുന്നവൻ എതിർ ക്രിസ്തു. നിങ്ങൾക്ക് എങ്ങനെ അവിടെ അടങ്ങിയിരിക്കാൻ കഴിയും? ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ഇരിക്കുക. ഫേബാരാജ്ഞി ഒരു അറുതിയിൽ നിന്ന് മറ്റേ അറുതി വരെ വന്നത് ആ കാലത്ത് ശലോമൻ, അതായത് അത്രത്തോളം ജ്ഞാനമുള്ള വേറൊരുവനില്ലാത്തതുകൊണ്ട് ഒരു അറുതിയിൽ നിന്ന് മറ്റൊരു അറുതി വരെ വചനത്തിന് വേണ്ടി ഓടിയെങ്കിൽ ഇന്നും എത്ര തന്നെ ദൂരെ ആയിരുന്നാലും ഇതുപോലെ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ പറയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. അതല്ല, നിങ്ങളുടെ സഭ മുഴുവനായി മാറി ഇതേ വെളിപ്പാട് പഠിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം. ഇല്ലെങ്കിൽ എത്ര തന്നെ ദൂരെ ആയാലും സത്യം നിങ്ങൾ കണ്ടെത്തുക തന്നെ വേണം. അപ്പോൾ ഈ അവസാനത്തെ സഭയിലുള്ള വിശ്വാസവും ഒന്നാമത്തെ സഭയിലെ വിശ്വാസവും, പ്രത്യാശ, കൈവെപ്പ്, കൂട്ടായ്മ, അപ്പം നുറുക്കൽ, വിശ്വാസ സ്നാനം, എല്ലാം സഭ, ഉപദേശം എല്ലാം ഒന്നുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ വിട്ടിട്ട് ഇവിടേക്ക് വരാനിടയായത്. ആ സത്യം അറിഞ്ഞു, അതുകൊണ്ടത് കുഴിച്ചിടാനുള്ളതല്ല, കുഴിച്ചിട്ട കർത്താവ് ദുഷ്ടദാസനെ എന്ന് വിളിക്കും. അതുകൊണ്ടാണ് ഈ ദൈവവചന സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ യേശു യോഹന്നാൻ 16:12 പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഗ്രഹിക്കില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോഴോ, അതാണ് പരിശുദ്ധാത്മ പ്രാപിക്കാൻ, മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. എങ്കിലേ ലഭിക്കുള്ളൂ. ദൈവവചനം തെറ്റിച്ച് നിൽക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടും. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വന്ന് മുദ്രയിട്ട് വീണ്ടെടുപ്പിന് നാൾ വരെയൊക്കെ മുദ്രയിടണമെങ്കിൽ അവർ പാപം മോചിക്കണം. പാപം മോചിക്കുവാൻ ഒരു നാമമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. അതാണ് യേശു പറഞ്ഞ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധനാകുവിൻ. അങ്ങനെ സ്നാനമേറ്റ് ഞാൻ ഇവിടെ ആയിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാക്കുകൾ ഉരുവിട്ടുകൊണ്ടാണ് സ്നാനപ്പെടുത്തിയത്, നാമമല്ല. ഞാനൊരു പിതാവ്, കാണുന്നത് കേൾക്കുമെന്ന് നിങ്ങളും പലരും പിതാവാണ്, പുത്രനാണ്, ഭർത്താവാണ്, പുത്രിയാണ്, അമ്മയാണ്, ഭാര്യയാണ്. നിങ്ങൾക്കൊരു നാമമുണ്ട്. അതുപോലെ ഈ ആക്ഷരിക നാമത്തിൻ്റെ ആത്മീക നാമമാണ് കർത്താവ് യേശുക്രിസ്തു. ആത്മാവോ ജീവിപ്പിക്കുന്നു, ആക്ഷരികമോ അക്ഷരം കൊല്ലുന്നു. ഓക്കെ, അപ്പോൾ ഈ 7ാമത്തെ സഭയിലുള്ള വിശ്വാസവും 1ാമത്തെ സഭയിലുള്ള വിശ്വാസവും ഇപ്പോൾ ഒന്നുപോലെ ആയിരിക്കുന്നു. അപ്പോൾ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വെളിപ്പെടുത്തും. അപ്പോൾ ഈ അവിശ്വാസികളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്ത് വേർപാടാണുള്ളത്? 2 കൂട്ടർക്കും വായിക്കുമ്പോൾ ഇത് 3 വ്യക്തി, ഇതേ കാണുന്നുള്ളൂ. ആക്ഷരികമാണ്. അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിനെ ബുദ്ധിയിൽ ഗ്രഹിച്ച് പറയുന്നു. അവൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ മനസ്സിലാകും, പിതാവാണ് കർത്താവ്, പുത്രനാണ് യേശു, പരിശുദ്ധാത്മാവാണ് ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. യോഹന്നാൻ 10:30 യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാവുന്നു. ഇത് എങ്ങനെയാണ് ഒന്നാകുന്നതെന്നാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത്. അങ്ങനെ യേശു വന്ന കാലത്ത് കുറേ വിശ്വാസികളുണ്ടായിരുന്നു. അവരെല്ലാം യേശുവിനെ തള്ളിക്കളഞ്ഞു.
കാരണം എന്താ? പഴയ നിയമകാലത്തെ ഈ പാപത്തിൽ വീണ ജനത്തോട് ദൈവം മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് രക്ഷയിലേക്ക്, നീതിയിലേക്ക് വരാൻ വിളിക്കുന്നുണ്ട്. കേൾക്കാതെ വന്നപ്പം ബൈബിൾ വചനമുണ്ട്, കർത്താവ് തന്നെ, അത് യഹോവയായ കർത്താവ് തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ ശരീരധാരിയായി. ഇനി സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു മശികയാണെങ്കിൽ ആരോട് സഹവസിക്കും? കയ്യഫാവിൻ്റെ കൊട്ടാരത്തിലിരിക്കണം, മഹാപുരോഹിതനോടുകൂടെ യെരുശലേം ദേവാലയത്തിലായിരിക്കണം. പക്ഷേ വന്നതോ, ജനിച്ചത് എവിടെയാണ്? സഹവാസാരോടെയാണ്? പാപികളോടും കുഷ്ഠരോഗികളോടും അല്ലേ? അപ്പോൾ കിണറ്റിയറിലെ വേശ്യ സ്ത്രീമാരോടും. എന്തുകൊണ്ടാണ് യേശു വന്നത്? പാപികളെ രക്ഷിക്കാനാണ്. നീതിമാന്മാരെന്ന് പറഞ്ഞ അന്നത്തെ യെരുശലേമിലുള്ളായിരുന്ന സകല വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയും പോയിട്ടില്ലെങ്കിൽ ഇന്നും നോക്കൂ, എല്ലാ വ്യക്തികളും വിശ്വാസിയാണെന്ന് പറയുന്നു. ആർക്കാണോ വെളിപ്പാട് ലഭിച്ചത് അവരിലൂടെ ഇതേ നാമം തന്നെ വിളിച്ചു പറയും. അപ്പോൾ പലരും എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ യേശു നാമക്കാരാണ്? അപ്പം ഞാൻ തിരിച്ചു ചോദിക്കണം, നിങ്ങൾ പിന്നെ എന്താ പിശാചിൻ്റെ നാമക്കാരാണോ? ഒരു നാമമേ നമുക്ക് നൽകിയിട്ടുള്ളതെന്ന് ഓരോരുത്തരും ചർച്ചകൾ പറയുന്നു, പ്രസംഗിക്കുന്നു. പിന്നെ വരുമ്പോൾ പിന്നെ എന്തിനാണ് മൂന്നാക്കുന്നത്? മൂന്നും ചേർന്ന ഒന്ന് എന്ന് പഠിപ്പിച്ചാൽ എപ്പോഴാണ് ഇത് ഒന്നായത്? ഞാൻ പലരോടും ചോദിക്കാറുണ്ട്. നിങ്ങൾ ഏക ദൈവം, ബൈബിളിൽ അങ്ങനെ ഒരു വാക്കില്ല, എന്നാൽ ഒന്നാക്കി. പിന്നെ എന്തിനാ ഇന്നും? എന്നോ ഒരിക്കലും ഒന്നായി, പിന്നെ എന്തിനാ മൂന്നാക്കുന്നത്? നമ്മൾ പറയുമ്പോൾ പോയി മൂന്നാവുകയും നമ്മൾ ഒന്നാക്കുമ്പോൾ ഒന്നാവുകയും ചെയ്യുന്നതാണ്. ഇല്ല, അത് സ്ഥിരതയില്ല, ശീതോഷ്ണമാണ്. ഏതെങ്കിലും ഒന്ന് ദേ ഇപ്പോൾ വെളിപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശു പറഞ്ഞു, യോഹന്നാൻ 8:58, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. നോക്കൂ, അന്ന് ആത്മീക വെളിപ്പാടില്ലാത്ത ജനം യേശു വേറെ വ്യക്തി, യഹോവ അല്ലെങ്കിൽ ദൈവം വേറെ വ്യക്തി എന്ന് പഠിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ന് മുഴു സഭകളും പഠിപ്പിക്കുന്നത്. ഇത് ശരിയാണോ? ബൈബിളിൽ മറഞ്ഞു കിടക്കുകയാണ് ആ കാര്യം. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ യേശുവിനെ എറിയാൻ കല്ലെടുത്തു. അങ്ങനെ തന്നെയല്ലേ ഇന്നും കർത്താവായ യേശു? നോക്ക്, ഇവരെല്ലാം വിശ്വാസികളാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. എന്തിനാ ദേഷ്യം വരുന്നവർക്ക്? അപ്പോൾ അന്നത്തെ സഭാവിശ്വാസികളെല്ലാം യേശുവിനെ കല്ലെറിയാമെന്നതുപോലെ ഇന്ന് നമ്മയും ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും കാര്യം, ബന്ധുക്കളും ചാർച്ചക്കാരും വീട്ടുകാരും കുടുംബക്കാരും ഇത് പറയുന്ന കേൾക്കുന്ന എല്ലാവരും യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഒരൊറ്റ നാമമേ ഉള്ളൂ, മറ്റൊരുതിന് രക്ഷയില്ല. ഓരോ കൺവെൻഷൻ പള്ളികൾക്ക് അവസാനം കർത്താവേ നീ മാത്രം നീ മാത്രം നീ മാത്രം എന്ന് പറയും. പക്ഷേ അവർ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ ട്രാക്ട് കൊടുക്കാറുണ്ട് സഭകളിലാണ്. കാരണം എന്താ? ഈ അന്ത്യനാളിൽ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണം. ആ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ യോഹന്നാൻ മുതൽ യേശു ക്രിസ്തു ചെയ്ത് അത് ചെയ്യണം. ലോകത്തുനിന്ന് ദൈവജനത്തെ വിളിച്ച് സഭകളിലേക്ക് കൊണ്ടിരുത്തുന്നു. രണ്ടും അവിടെ ഇരിക്കുന്നു. കൊയ്ത്തിൻ്റെ സമയമാകുമ്പോൾ ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണമെന്ന് യേശു പറഞ്ഞിട്ട് പോയ പ്രകാരമാണ് ഞാൻ ഈ സത്യസുവിശേഷം അറിയിക്കുന്നത്. സുവിശേഷമല്ല, സുവിശേഷം നല്ല വർത്തമാനം. അതിനുള്ളിൽ നിന്നും മർമ്മം വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതാണ് യേശു പറഞ്ഞ യോഹന്നാൻ 14 താഴ്ത്ത് പറഞ്ഞത്, സത്യത്തിൻ്റെ ആത്മാവോ അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വെളിപ്പെടുത്തും. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കല്ലെറിഞ്ഞുവെങ്കിൽ, ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന് നമ്മൾ സ്ഥാനപ്പെടാതെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മൾ പിതാവിനെയും തള്ളി പരിശുദ്ധാത്മാവിനെയും തള്ളി പുത്രനെ മാത്രം സ്വീകരിക്കുന്നു. നോക്കൂ, ഈ പുത്രനാണ് കർത്താവ്. യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ ക്രിസ്തുവെന്ന്, പുത്രൻ പരിശുദ്ധാത്മാവെന്ന്, പുത്രൻ പിതാവെന്ന്. ഇത് മനസ്സിലാകില്ല. ഇത് മനസ്സിലാകും. പക്ഷേ ഇത് മനസ്സിലാകുമ്പോൾ ഈ 3 സ്ഥാനത്ത് വന്നവൻ തന്നെയാണ് ഈ ഒരൊറ്റ നാമത്തിൽ നിന്ന് വെളിപ്പെടണം. ആ വെളിപ്പാടാണ് ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുന്നത്, അല്ലാതുള്ളവർ വിശ്വാസികളല്ല. അപ്പോൾ അന്ന് അവർ കല്ലെറിഞ്ഞതുപോലെ ഇന്നും ജനം കല്ലെറിയുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് ദൈവിക വെളിപ്പാടുകൾ കേൾക്കുമ്പോൾ ഗ്രഹിക്കാതെ കല്ലെറിയുന്നവർ? അന്ന് മുതൽ ഇന്ന് വരെ നോക്കൂ, യേശു ഉയർത്തെഴുന്നേറ്റ് പോയി പരിശുദ്ധാത്മാ വന്ന ശേഷം ഭൂമിയിലെ ഏതൊരു വിശ്വാസിയും ഒറ്റ സ്നാനം, FS ലേഖനം 4:5 നോക്കുക, ഒരു വിശ്വാസം, അപ്പോസ്തലന്മാരുടെ പഠിപ്പിച്ച ഒരൊറ്റ വിശ്വാസം. ഇപ്പം നമുക്ക് വിവിധ തരം, ഞാൻ ഒരു പേരുകളും പറഞ്ഞില്ല, വിവിധ തരം സഭകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു സഭയുടെ വിശ്വാസം പോലെയല്ല മറ്റൊരു വിശ്വാസം, ഒരു സഭയുടെ ഉപദേശം പോലെയല്ല മറ്റൊരു സഭയുടെ ഉപദേശം, ഒരു സഭയുടെ സ്നാനം പോലെയല്ല മറ്റൊരു സഭയുടെ സ്നാനം. അപ്പം ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരാത്മാവ്, ഒരു ഉപദേശം എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം അല്ലാത്തത് കൊണ്ടാണ് ഈ സഭകളെല്ലാം ഞാൻ പോയി കർത്താവിനെ അന്വേഷിച്ചു. ലാസ്റ്റിൽ പെന്തക്കോസ്തിൽ കുറേ കാലം, പെന്തക്കോസ്തിൽ നിന്ന് കാണുന്ന പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന് സ്നാനപ്പെട്ട് കുറേ കാലം ഇരുന്നപ്പോഴാണ് ഒരു 13 വർഷം മുമ്പ് ഒരു വ്യക്തി എന്നെ വിളിക്കുകയും ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പോലെ അനേകം വചനങ്ങൾ പറഞ്ഞു തരികയും ഞാൻ വചനത്തോടൊപ്പം നിന്നു. അവിടെ പുരോഹിതനോട് പറഞ്ഞു പിശാചാണ് ഉപദേശിച്ചിരിക്കുന്നത്, യേശു ക്രിസ്തു നമ്മൾ സ്നാനപ്പെടാൻ പാടില്ല, യേശുവാണ് നമുക്ക് വേണ്ടി മരിച്ചത്, പത്രോസല്ല നമുക്ക് വേണ്ടി മരിച്ചത്. ഇതാണ് പ്രാകൃത മനുഷ്യൻ, ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ പണ്ട് യേശു വന്നപ്പോൾ ജഡത്തിൽ നോക്കിക്കൊണ്ട് ആത്മാവിൽ അകത്തിരുന്ന ദൈവത്തെ കാണാതെ എറിഞ്ഞതാരെ ദൈവത്തെ തന്നെയാണ്. അതുപോലെ പത്രോസിൻ്റെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈ യേശു ക്രിസ്തു. അത് വ്യത്യസ്തമായതുകൊണ്ടാണ് അവർ പറയുന്നത് പത്രോസ് പറഞ്ഞതല്ല നമുക്ക് കേൾക്കാൻ, പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു എന്ന്. ഈ പത്രോസിൻ്റെ ഉള്ളിലിരുന്നതും ഇതേ യേശു ക്രിസ്തു, ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കുമെന്ന് യേശുവല്ലേ പറഞ്ഞത്. അതല്ലേ പരിശുദ്ധാത്മാവിന് മുദ്രയിട്ടിരിക്കുന്നത്. അതല്ലേ പറഞ്ഞ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു.
യേശുവിനെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുക. എൻ്റെ ഫോൺ നമ്പരും വാട്സപ്പ് നമ്പരും യൂട്യൂബ് നമ്പരും ഒക്കെ ഇതിൻ്റെ ഐഡിയിൽ കൊടുക്കുന്നുണ്ട്. അത് കേട്ട് വിശ്വസിച്ച് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമാകണം. അത് തീർച്ചയായും ദൈവവചനം ഒരിക്കലും മാറിപ്പോകാത്തതാണ്. കർത്താവ് നിങ്ങളെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.